ഹലോ, ഇന്നിപ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും അരളി വെട്ടിക്കളയാനുള്ള തിരക്കിലാണ്. ഇതിനു മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ തന്നെ ഒരു മുള്ളുള്ളൊരു ചെടിയാണ്. അതിന് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മിക്ക വീടുകളിലും അത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടാവും. പല കളറിലായിട്ട് പൂക്കളുണ്ടാവും. പക്ഷേ അത് ഇതുപോലെ തന്നെ പ്രചരിച്ചു ക്യാൻസർ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അത് മുഴുവൻ എല്ലാവരും നശിപ്പിച്ച് കളയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചുറ്റിലും വിഷമുള്ള ചെടികൾ, പൂക്കൾ, കായ്കൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് വെട്ടിക്കളയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് എന്തിനാണ് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഷമുള്ളതോ അല്ലെങ്കിൽ ചിലർക്ക് അലർജി ആയിരിക്കാം, ചിലവർക്ക് ചില ഫുഡ് കോമ്പിനേഷൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി എന്താ പറയുക, ഇത് കഴിച്ചുകൊണ്ടാവാം, അത് കഴിച്ചുകൊണ്ടാവാം. ഇപ്പോൾ അത് തൊടുമ്പോൾ തന്നെ ഓക്കെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ മരിച്ച കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവൾക്ക് കുറേ നേരത്തോളം എയർപോർട്ടിൽ എത്തുന്ന വരെ ഈ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് അവഗണിക്കുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം കൂടി നമ്മൾ പിന്നിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് നല്ല ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ അസ്വസ്ഥതകൾ വരുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇനി റീസ്കെഡ്യൂൾ ചെയ്യണം അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള പൈസയുടെ ചിലവ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തിച്ചേരുവാനായിട്ട് ജോലി എന്ന് പറയുന്ന കാര്യം സമയത്തിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ ആളുടെ തലയിൽ കൂടി പോയപ്പോൾ ഈ ഒരു കാര്യം അവൾ ഇഗ്നോർ ചെയ്തു. അത് ശരീരം അതുപോലെയുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്തു. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ അപ്പൻ നിർബന്ധവും പറയുന്നില്ല, നിനക്ക് പോകാൻ പറ്റില്ല, നീ ഹോസ്പിറ്റലിൽ പോകണം. ജീവനാണ് വലുത് അല്ലേ, കാശല്ല വലുത്, ജീവനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി പ്രയോറിറ്റി കൊടുക്കുന്നത് പൈസയ്ക്കാണ്. ആ ഗ്രൂപ്പിൽ അവരുടെ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അല്ലാതെ ഓടി നടന്ന് ചെടി വെട്ടി കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും അസ്വസ്ഥതകൾ ശരീരം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഇത് തന്നെയല്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ചിലവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുന്നു, പല അസ്വസ്ഥതകൾ ശരീരത്തിന് വന്നിട്ടുണ്ടാവും, അത് ഇഗ്നോർ ചെയ്യും നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മൾ ഡോക്ടറെ പോവുക, ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യുക, അതിന് വേണ്ടുള്ള പ്രതിവിധി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താ നമ്മളൊക്കെ ഇങ്ങനെയല്ലേ. വീണ്ടും കാണാം. ബൈ.